Hello, my dear student. Welcome back to Learn and Grow. Today we are going to discuss Class 7 Social Science Chapter 8 Power to the People. അധികാരം ജനങ്ങൾക്ക് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭകളിലാണെന്നും അതിന് നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ അതുപോലെ തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഓക്കെ, ഭരണഘടന ഭേദഗതി, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ നോക്കാം. ദ ഡിലേ ഇൻ എക്സിക്യൂട്ടിംഗ് ദ റെക്കമെൻഡേഷൻ ഓഫ് വേരിയസ് കമ്മിറ്റീസ് റിഗാർഡിംഗ് ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ത്രൂ ഔട്ട് ദ കൺട്രി ബിക്കം ആൻ ഒബ്സ്റ്റക്കിൾ ടു ദ സ്ട്രെങ്തനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് എ യൂണിഫോം സ്ട്രക്ചർ ദെയർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അധികാര വികേന്ദ്രീകരണം അല്ലേ, ഡീസെൻട്രലൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ബൽവന്ത് റായ് മെഹ്ത്ത, അശോക് മെഹ്ത്ത. അപ്പോൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത് ഇതിലെ കാര്യങ്ങളൊക്കെ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിൽ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാസ്ത്രീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. Okay, so therefore it was decided to give constitutional power to the local self-government bodies. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിനൊക്കെ അവർക്കൊക്കെ ഭരണഘടനാ സാധുത നൽകുവാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഗോട്ട് മോർ പവേഴ്സ് വിത്ത് 73rd and 74th amendment of the constitution in 1992. അപ്പോൾ അതുകൊണ്ട് തന്നെ 1992 ഈ 73, 74 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ദ പഞ്ചായത്ത് രാജ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ദ 73rd amendment, whereas the പല്ലിക ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദ 74th amendment. ഓക്കെ, അങ്ങനെ ഇത് പ്രകാരം 73rd ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും അതുപോലെ തന്നെ 74 അമെൻമെൻറ്റ് പ്രകാരം നഗരപാലിക ആക്ട്, ഓക്കെ, ആ നിയമവും നിലവിൽ വന്നു. അപ്പോൾ 73rd അമെൻമെൻറ്റ് പ്രകാരം പഞ്ചായത്ത് രാജ് ആക്റ്റും 74th അമെൻമെൻറ്റ് പ്രകാരം നഗരപാലിക ആക്റ്റും നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ അത് രണ്ടും എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റവും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നഗരപാലിക സിസ്റ്റവും എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ഗ്രാമസഭാസ്. ഓക്കെ, അപ്പോൾ ഇത് ഫോർമേഷൻ ഓഫ് ഗ്രാമസഭകളുടെ രൂപീകരണം. ആദ്യം നമ്മൾക്ക് ഇത് തന്നെ വായിക്കാം കേട്ടോ. പിന്നെന്താണ് ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years എന്ന് വെച്ചാൽ ഭരണ കാലാവധി 5 വർഷം. ഓക്കെ, 5 years ആണ് ഭരണകാലാവധി. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ ഇതിൽ പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർക്കുള്ള സംവരണങ്ങളൊക്കെ ഇതിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. പിന്നെ റിസർവേഷൻ ഫോർ വുമൺ, വനിതാ സംവരണം. ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റി. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years. അപ്പോൾ ധനകാര്യ കമ്മീഷനും 5 വർഷത്തിൽ ഒരിക്കലാണ്. 3-tier പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാം പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പോൾ ഇതിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ്. ഇത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലേ. ഇത് നമ്മൾ നേരത്തെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അതിലും ഉണ്ടായിരുന്നത്. ഇനി നഗരപാലിക സിസ്റ്റം, അതിൽ ഫോർമേഷൻ ഓഫ് വാർഡ് സഭയാണ് അല്ലേ. മറ്റതിൽ ഗ്രാമസഭ, ഇതിൽ വാർഡ് സഭ. പിന്നെ ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years. 5 years തന്നെയാണ് ഭരണകാലാവധി. പിന്നെ റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ സംവരണം, റിസർവേഷൻ ഫോർ വുമൺ. ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ.
ഓക്കെ, ദാറ്റ് ഓൾസോ ബോത്ത് സെയിം. ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years. ഓക്കെ, അതും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ 2 type ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഓക്കെ, 2 type ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി, 2 തരം. ദാറ്റ് മീൻസ് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഓക്കെ, അങ്ങനെയാണ് തരംതിരിക്കുക. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഇവിടെ find out and list the recommendation of Balwant Rai Mehta Committee and Ashok Mehta Committee that were included in the 73rd and 74th Amendment of the Constitution എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബൽവന്ത് റായ് മെഹ്തയുടെ ഈ കമ്മിറ്റിയിലും അശോക് മെഹ്ത കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് 73-74 ഭരണഘടനാ ഭേദഗതിയിലുള്ളത് എന്നാണ്. അപ്പോൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ദ 3 tier പഞ്ചായത്ത് സിസ്റ്റം അല്ലേ. 3 tier പഞ്ചായത്ത് സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്ത് പറയാം, റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലേ. പട്ടികജാതി പട്ടികവർഗ സംവരണം, പിന്നെ എലക്ഷൻ തെരഞ്ഞെടുപ്പ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി അല്ലേ. ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള, നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്, നഗർപാലിക സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലേ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗർപാലികയിൽ മുനിസിപ്പൽ കൗൺസിൽ, ദറ്റ് മീൻസ് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണ്, ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്, അതൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ മുതിർന്നവരോട് ചോദിച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാം, പീപ്പിൾ പ്ലാനിംഗ് ജനകീയാസൂത്രണം ഇൻ കേരള. ഓക്കെ, ജനകീയാസൂത്രണം കേരളത്തിൽ. After the 73rd and 74th Amendment of the Constitution, the process of decentralization of power introduced in Kerala in 1996 is known as People's Planning. That means Janagiya Sutranam. ഓക്കെ, അപ്പോൾ 73-74 അമെൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ ഭേദഗതിയെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ ഈ സെൻട്രലൈസേഷൻ പ്രക്രിയയാണ് എന്ത്, ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് പീപ്പിൾസ് പ്ലാനിങ്. ഓക്കെ, ദ പീപ്പിൾസ് പ്ലാനിങ് സിസ്റ്റം ഹാസ് ഗിവൺ മോർ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം വിച്ച് ഓൾസോ എൻഷുർഡ് മോർ ഒഫീഷ്യൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫണ്ട്സ് ടു ഇംപ്ലിമെൻറ്റ് ദം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും പിന്നെന്താണ് സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ഈ ഒരു ജനകീയാസൂത്രണം പദ്ധതി വഴിയൊരുക്കി. As a result of this constitutional amendment, 33% of reservation is accorded to women in the local self-government system. ഓക്കെ, ഈ ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഫലമായിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ 33% ഓഫ് വുമൺ സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഫർദർ ആസ് പെർ ദ അമെൻമെൻറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് ആക്ട് 2005, the representation of women in the local self government bodies was elevated to 50%. ഓക്കെ, അപ്പോൾ അതിനെ തുടർന്ന് 2005 ഈ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ആയിട്ട് ഉയർത്തി. ഓക്കെ, 10% of the total planned fund of local self-government body has been allocated to the project exclusively meant for women. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് 10% മാറ്റിവെക്കാറുണ്ട്. കേരള thus become a model for the country through an effective implementation of decentralization process. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായി മാറി. ഓക്കെ, നെക്സ്റ്റ് വേരിയസ് റെസ്പോൺസിബിലിറ്റീസ്. ലുക്ക് അറ്റ് ദ ബോർഡ് that has been displayed in front of the local self-government institution. What are the responsibilities and services that can be availed from the local self-government?
ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡ് നമ്മളുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പിലൊക്കെ പ്രദർശിച്ചിരിക്കുന്ന ബോർഡാണ്. അപ്പോൾ എന്തൊക്കെ ചുമതലകളും സേവനങ്ങളും ഒക്കെയാണ് അവ നിർവഹിക്കുന്നത് എന്ന് നോക്കിയേ. രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത് എന്നുവെച്ചാൽ ജനന മരണ രജിസ്റ്റർ ചെയ്യൽ, കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിക്കൽ, സൂപ്പർവിഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾ അല്ലേ, വിദ്യാലയങ്ങളുടെ മേൽനോട്ടങ്ങളും ചുമതലകളും, പിന്നെ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സാങ്ഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലേ, കെട്ടിട നിർമ്മാണത്തിനൊക്കെ അനുമതി നൽകൽ, കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കൽ, പരമ്പരാഗതമായിട്ടുള്ള ജലസ്രോതസ്സുകൾ, ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, മാലിന്യ നിർമ്മാർജ്ജനം, ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് ആർ ദ സർവീസസ് ദാറ്റ് യുവർ ഫാമിലി അവെയിൽഡ് ഫ്രം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെ സേവനങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് എഴുതുന്നത് അല്ലേ, എഴുതേണ്ടത്. അപ്പം നിങ്ങളിതിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഏതൊക്കെ സേവനങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചിരുന്നത് നിങ്ങൾ എഴുതണം അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. ഓക്കെ, വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. അപ്പോൾ ഇവിടെ ഒരു മുത്തശ്ശിയും കൊച്ചുമോളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, മിഴി, ഗ്രാൻഡ്മാ, ടുഡേ വി ഹാവ് ലേൺഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത്. അപ്പോൾ പറയാണ്, മുത്തശ്ശി ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ചുമതലകളെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഗ്രാൻഡ്മ, ആഹാ, വാട്ട് ഹാവ് യു ലേൺ? അപ്പോൾ എന്താണ് പഠിച്ചത്? മിഴി, പ്രിവെൻറ്റിംഗ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കൺസേർവിംഗ് വാട്ടർ റിസോഴ്സസ്, രജിസ്റ്ററിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മോർ. ഗ്രാൻഡ്മ, യു വെർ ഓൾസോ formerly a panchayat president. Can you tell me where the panchayat gets its revenue to all these? മിഴി പറഞ്ഞു എന്താണ്, സാംക്രമിക രോഗങ്ങളൊക്കെ തടയുക, പിന്നെ ജലാശയങ്ങളൊക്കെ സംരക്ഷിക്കുക, ജനന മരണ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഇവൾ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞു, സ്മാർട്ട് ഗേൾ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ദറ്റ് പഞ്ചായത്ത് ഹാസ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ദർ ആർ ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ് ഫോർ ദ സ്റ്റേറ്റ് സെൻട്രൽ government. Besides, panchayat get revenue from the buildings tax, professional tax, entertainment tax and the like. അപ്പോൾ മുത്തശ്ശി പറയാണ്, നല്ല വെരി ഗുഡ്, ദാറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ, നല്ലൊരു ചോദ്യമാണ് അല്ലേ, ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഗ്രാൻഡ് മദർ പറയാണ്, പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ അല്ലേ, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച് നൽകും അല്ലേ, അങ്ങനെ നമ്മൾക്ക് ഫണ്ട് കിട്ടും ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ കെട്ടിട നികുതി അല്ലേ, നമ്മളിപ്പോൾ നമ്മളുടെ വീടുകൾക്കൊക്കെ നികുതി കൊടുക്കുന്നില്ലേ, ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊഴിൽ നികുതി, വിനോദ നികുതി, അങ്ങനെ പലതരം നികുതി അല്ലേ, അതിൽ നിന്നൊക്കെയാണ് പഞ്ചായത്തുകളിൽ വരുമാനം ലഭിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഗ്രാൻഡ്മ, മൈ ഡാഡ് റെമിറ്റഡ് ദ ഫീ ഫോർ എ ബിൽഡിംഗ് പെർമിറ്റ് ദറ്റ് അതർ ഡേ, ഡസൻ ദാറ്റ് ഓൾസോ കം അണ്ടർ ദ റവന്യൂ ഓഫ് പഞ്ചായത്ത്? അപ്പോൾ ഇവൾ ചോദിക്കുകയാണ്, ഗ്രാൻഡ്മ, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് എടുക്കാനുള്ള ഫീസ് അടച്ചിരുന്നല്ലോ, അപ്പോൾ അതും ഈ ഒരു ഇതിൽ വരുമോ, പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞു, യെസ്, ദാറ്റ് ഓൾസോ കം അണ്ടർ ഇറ്റ്, അതും ഇതിൻ്റെ കൂടെ വരും അല്ലേ. The fee from permit and registration, the user fee for bus stand, market and playground owned by the panchayat and the fine that is levied by panchayat also come under the revenue. പെർമിറ്റ്, രജിസ്ട്രേഷൻ, പിന്നെ ഫീസുകൾ, മുതലാളിയിൽ നിന്നുള്ള ഫീസുകൾ, ബസ് സ്റ്റാൻഡ്, പിന്നെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, ഗ്രൗണ്ട്, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളൊക്കെ ഈ ഒരു വരുമാന മാർഗത്തിൽ പെടും അല്ലേ. അപ്പം സോ ദർ ആർ സെവറൽ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അവൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്താണ്, അപ്പോൾ ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ, ദർ ഈസ് എ സെവറൽ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ Grandma, yes, but don't forget that the revenue will be different
ഫോർ ഡിഫറെൻറ്റ് പഞ്ചായത്ത് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ലൊക്കാലിറ്റി. ഉണ്ട്. പക്ഷേ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും അല്ലേ. ഡസിൻ ദ പഞ്ചായത്ത് നീഡ് സഫീഷ്യൻറ്റ് ഇൻകം ടു മേക്ക് റീജിയണൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ? അപ്പോൾ പ്രാദേശിക വികസനം ലഭ്യമാണെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണം അല്ലേ. ബിസൈഡ്സ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ആർ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ്, ദ ഷെയർസ് ഫ്രം ദ ബെനിഫിഷ്യറീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ദാറ്റ് ആർ അക്സെപ്റ്റഡ് ബേസ്ഡ് ഓൺ ദ സർട്ടൻ കണ്ടീഷൻ കം അണ്ടർ ദ റവന്യൂ ഓഫ് ദ പഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും ഒക്കെ ഈ ഒരു വരുമാനത്തിൽ ഉൾപ്പെടും എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ഓക്കെ. Complete the list by identifying the different sources of revenue of the local self-government bodies from the conversation given below. Above. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷനിൽ നമ്മളുടെ സോഴ്സസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ റവന്യൂ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാനാണ്. അപ്പോൾ ഒന്ന് വേരിയസ് ടൈപ്പ് ഓഫ് ടാക്സസ് അല്ലേ, നികുതി, നമ്മളുടെ നികുതി പണം, നമ്മളടക്കുന്ന നികുതി അല്ലേ, കെട്ടിട നികുതി, ഭൂനികുതി, അതൊക്കെ അല്ലേ. പിന്നെ സെക്കൻഡ് എന്ത് പറയാം, ഫണ്ട്സ് ആൻഡ് ഗ്രാൻറ്റ്സ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഗ്രാൻറ്റ് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീ ഫ്രം പെർമിറ്റ് ആൻഡ് രജിസ്ട്രേഷൻ അല്ലേ, യൂസർ ഫീ ഫ്രം ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺഡ് ബൈ ദ പഞ്ചായത്ത്, ഫൈൻസ് ദാറ്റ് ഈസ് ലെവീഡ് ബൈ ദ പഞ്ചായത്ത് അല്ലേ, എന്തെങ്കിലും ഫൈൻ സംഭവിക്കണം ആ ഫൈൻ അടയ്ക്കുന്ന ഫീസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് നോക്കാം, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച്, പ്രതിസന്ധികളും വെല്ലുവിളികൾ. Though Kerala has made several achievements through decentralization of power including people's planning, many challenges are also there. Okay. അപ്പോൾ ഡീസെൻട്രലൈസേഷനിലൂടെ കേരളം ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള ഏറെ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഓക്കെ. മെനി ചലഞ്ചസ് ആർ ഓൾസോ ദെയർ. ദ റെലവൻറ്റ് ഏരിയാസ് ഓഫ് സെമിനാർ പേപ്പർ പ്രിപ്പയർഡ് ബൈ മിലൻ ഓൺ ദ ടോപ്പിക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചലഞ്ചസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മിലൻ തയ്യാറാക്കിയ സെമിനാർ പ്രബന്ധത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. When we complete the quarter century of decentralization, instead of simply highlighting the achievement only, it is essential to identify the limitation and do what is required to act more effectively. The major challenges and problems faced by local self-government institution are given below. ഓക്കെ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ നടന്ന് ഒരു ക്വാർട്ടർ സെഞ്ചുറി എന്ന് വെച്ചാൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ കൊടുക്കുന്നു. അപ്പോൾ നോക്കാം. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്ലാൻ ഷെയർ ഈസ് നോട്ട് അവൈലബിൾ ഓൺ ടൈം. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്, പദ്ധതി. ഓക്കെ. പദ്ധതികളൊക്കെ സമയത്ത് ലഭിക്കാത്ത ഒരവസ്ഥ. എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് എക്സിക്യൂട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അധികാര വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. ദ ലെസ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഗ്രാമസഭകളിലെ ജനപങ്കാളിത്തമില്ലായ്മ, കുറഞ്ഞ ജനപങ്കാളിത്തം. ഡിപ്പ് ഇൻ പഞ്ചായത്ത്സ് ഓൺ റവന്യൂ ഇൻ ദ റൂറൽ സെക്ടർ. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളിലെ വരുമാനക്കുറവ്. ഇൻഅഡക്വസി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, വെല്ലുവിളികളാണ്. ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇഫ് ഐ ബിക്കം എ പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർപേഴ്സൺ ഓഫ് ദ മുനിസിപ്പാലിറ്റി, മേയർ ഓഫ് ദ കോർപ്പറേഷൻ പ്രസൻറ്റ് ഇൻ യുവർ ക്ലാസ്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനെക്കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നോക്കാം. ഡെമോക്രസി ബിക്കം മീനിങ് വെൻ ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ഓക്കെ. അപ്പോൾ ഡെമോക്രസി, ജനാധിപത്യം
മീനിങ് ഫുൾ ആവുന്നത്, അർത്ഥവത്താകുന്നത് എങ്ങനെയാണ്? ഈ അധികാരത്തിലൊക്കെ ജനങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ദിസ് എൻഷ്യൂർ ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം അല്ലേ. അപ്പോൾ ഇത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഉറപ്പാക്കുന്നു. ദിസ് ഓൾസോ പ്രോസസ് ദാറ്റ് അക്കോമഡേറ്റ് ദ പീപ്പിൾ ഓഫ് ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അപ്പോൾ ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണ് ഇത്. Therefore, it is essential to proceed further by facing and solving the challenges of decentralization to strengthen democracy. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡീസെൻട്രലൈസേഷൻ്റെ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് അവ പരിഹരിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നടുത്ത് നമ്മൾ ഈ ഒരു പവർ ടു ദ പീപ്പിൾ എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനുമായിട്ട് പാർട്ട് 3 വരാം. അപ്പോൾ ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.